ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സാറാസ് കളക്ഷൻസ്. ഞാൻ ജെസ്സി. അപ്പം ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നാട്ടിലില്ലാത്തത് കൊണ്ടാണ് പറ്റാത്തത്. ഇപ്പോൾ കുറച്ച് ദൂരെ ആയതുകൊണ്ട് ചിലപ്പോൾ ഒരു ദിവസമൊക്കെ വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല. 2-3 ദിവസം കഴിയുമ്പോൾ തിരിച്ച് നാട്ടിലെത്തും. അപ്പോൾ അത് ഡെയിലി നമ്മളുടെ വീഡിയോ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഇടാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചാൽ ഓൺലി ക്രിസ്മസ് സ്പെഷ്യലാണ്. കുറച്ച് 3 പീസ് സെറ്റ് ഉണ്ട്, പിന്നെ കുറച്ച് കുർത്തികളുണ്ട് കേട്ടോ. എല്ലാം നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യലാണ്. എല്ലാം വൈറ്റും റെഡും കൂടെ ഉള്ള, അല്ലെങ്കിൽ വൈറ്റ് പീച്ചും റെഡ് അങ്ങനത്തെ ഒക്കെ കോമ്പിനേഷൻസ് ആണ് വരുന്നത്. പിങ്ക്, പീച്ച്, വൈറ്റ്, റെഡ് അങ്ങനെ അതിനകത്ത് വരുന്ന ഹക്കോബയും പിന്നെ പ്യുവർ ജയ്പൂർ കോട്ടണിൻ്റെ വൈറ്റ് റെഡ് കോമ്പിനേഷൻ്റെ വൈറ്റ് ഡാർക്ക് പീച്ച് അല്ലെങ്കിൽ ഡാർക്ക് പിങ്കിലൊക്കെ വരുന്ന ഒരു കോമ്പിനേഷനും കൂടാണ് ഇന്നിടാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഹക്കോബയുടെ സിംഗിൾ കുർത്തീസ് ആദ്യം കാണിക്കാം കേട്ടോ. സിംഗിൾ കുർത്തിയിൽ ആദ്യം വരുന്നത് ഇതാണ് കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ. ഇതിനകത്ത് ഫുള്ളി എംബ്രോയിഡറിയാണ്. ഇത് വരുന്നത് ഒരു ലൈറ്റ് ക്രീമിലാണ് വരുന്നത് കേട്ടോ. ഒരു ഓഫ് വൈറ്റ് എന്ന് നമുക്ക് പറയും. ഓഫ് വൈറ്റിൽ നിന്ന് പയ്യെ ക്രീമിലേക്ക് കലർന്നിട്ട് ഒരു കളറാണ്. ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് ഇതിൻ്റെ എക്സൽ സൈസാണ് കാണിക്കുന്നത്. ഇതിൻ്റെ 2 സൈസ് നമ്മുടെ കയ്യിലുണ്ട്. എക്സലും ഉണ്ട്, ഡബിൾ എക്സലും ഉണ്ട്. ഞാൻ അത് കൊണ്ടുവരാൻ കാരണം വെച്ചാൽ എക്സലിനും ഡബിൾ എക്സലിനുമാണ് മാക്സിമം ഡിമാൻഡ്. അതുകൊണ്ട് ഞാൻ എക്സലും ഡബിൾ എക്സലും എടുത്തിരിക്കുന്നത്. കൂടുതൽ പീസുകളുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് എൻക്വയറി ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം ഇത് നോക്കിക്കോളൂ. ഇതിൻ്റെ നെക്ക് നോക്കിക്കേ, നല്ല ഒരു യു നെക്കാണ്. അതിങ്ങനെ ഒത്തിരി കയറിയ നെക്കല്ല, കുറച്ച് വൈഡായിട്ടുള്ള നല്ല യു നെക്കാണ് കേട്ടോ. കുറച്ച് താഴ്ന്നു നിൽക്കും. അതുപോലെ ഇപ്പം എൻ്റെ ഈ കുർത്തിയുടെ നെക്കൊക്കെ ഇത്തിരി കയറിയല്ലേ നിൽക്കുന്നത്. ഇതിൽ കുറച്ചും കൂടി താഴ്ന്നു നിൽക്കാൻ പാകത്തിനുള്ള ഒരു നെക്കാണ് വരുന്നത് കേട്ടോ. ഇതാണ് കുർത്തി വരുന്നത്. ഇങ്ങനെയാണ് നെക്ക് പോർഷൻ. ഇങ്ങനെ വരും. ഈ കുർത്തി ഞാൻ നിവർത്തുമ്പം ഇതിനകത്ത് ഈ ഫുൾക്കാരി വർക്കില്ലേ, അതാണ് ഈ വരുന്നത്. അതിൻ്റെ കൂടെ നോക്കിക്കേ, നല്ലൊരു എംബ്രോയിഡറി വർക്കും കൂടെ വരും. നിങ്ങൾക്ക് മെറ്റീരിയൽ കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതൊരു എന്താ പറയേണ്ടത്, നല്ല ഒരു എന്താ പറയണ്ടേ, കോട്ടയല്ല. ഇതാണ് മെറ്റീരിയൽ. നിങ്ങൾ ക്ലോസർ വ്യൂവിൽ നോക്കുമ്പോൾ കാണാം മെറ്റീരിയൽ എന്താണെന്ന്. ഇങ്ങനെ വരുന്നത് മെറ്റീരിയൽ കണ്ടോ. സ്ലീവിൽ നോക്കിക്കേ, സ്ലീവ് എൻഡിൽ നോക്കിക്കേ, ഒരു നെറ്റിൻ്റെ നല്ല ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ. 3/4 സ്ലീവാണ് കേട്ടോ. സ്ലീവ് എൻഡിൽ കൊടുത്തിരിക്കുന്ന വർക്ക് കാണാമല്ലോ നിങ്ങൾക്ക്. നെക്ക് പോർഷൻ നോക്കിക്കാൻ നല്ല ഒരു എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഈ എംബ്രോയിഡറി വർക്കിൻ്റെ ഇവിടെ കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ചെരിഞ്ഞിട്ട് ഒരു ഡയഗണലി പോകുന്ന ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ മെറ്റീരിയൽ നമ്മൾ ഈ ഫുൾക്കാരി വർക്ക് എന്ന് പറയൂലേ, അതുപോലെയുള്ള ഒരു വർക്ക് അതിനകത്ത് വരുന്നത് കേട്ടോ. ഇത് ഫുള്ള് ഈ വർക്ക് വരുന്നത്. സ്ലീവ് ഇങ്ങനെ വരും, സ്ലീവ് എൻഡ് നെറ്റിൽ വരും. പിന്നെ നോക്കിക്കേ ഇതിൻ്റെ അകത്ത്, പിന്നെ ഇവിടെ ഫുള്ള് നമുക്ക് ഈ വർക്ക് കിട്ടും കേട്ടോ. ഡയഗണലി നമുക്ക് ഒരു സൈഡിൽ നിന്ന് പോയിട്ട് ഇവിടം വരെ വർക്ക് കിട്ടും. ഇത് നമുക്ക് വരുന്നത് റെഡ് വരും, ഒരു യെല്ലോയിഷ് ഷെയ്ഡ് വരും, ഗ്രീൻ വരും. ഈ 3ൻ്റെയും കൂടെ കോമ്പിനേഷനാണ് കേട്ടോ. പിന്നെ ഒരു പീച്ച് കളറും വരും. അധികവും തന്നെ റെഡാണ് ഇതിനകത്ത് നമുക്ക് എടുത്ത് കാണിക്കുന്നത്. ഞാനിപ്പോൾ കണ്ടില്ലേ, നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ, ക്ലോസർ വ്യൂവിൽ നന്നായിട്ട് കാണാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് ഈ ഡിസൈൻ പോകുന്നുണ്ട് കണ്ടോ താഴത്തേക്ക്. എന്നിട്ട് ഇതിൻ്റെ സ്ലീവിൻ്റെ എൻഡ് നോക്കിക്കുക, ഇങ്ങനെയാണ് വരുന്നത്. വീണ്ടും ആ ഒരു നെറ്റിൻ്റെ നല്ല ഒരു ഫിനിഷിങ് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് സ്ലീവിൻ്റെ എൻഡിൽ കൊടുത്തിട്ടില്ല, അതുപോലെ നെറ്റ് ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്കുള്ള ഈ വർക്കുകൾ കണ്ടോ, ഇങ്ങനെയാണ് ഇടയ്ക്കിടയ്ക്കുള്ള വർക്കുകൾ വരുന്നത്. ചെറിയ ചെറിയ ഒരു എന്താ പറയേണ്ടത്, ഒരു പൂവിൻ്റെ പോലത്തെ ഒരു വർക്കാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെ വരും. ബാക്ക് സൈഡിൽ പ്രത്യേകിച്ച് ഒന്നും വരുന്നില്ല, പ്ലെയിൻ ആയിട്ടാണ് ബാക്ക് സൈഡ് വരുന്നത്. പക്ഷെ ബാക്ക് സൈഡിൻ്റെ താഴെ ഭാഗത്ത് ഇതുപോലെ തന്നെ ഈ ഒരു താഴത്ത് ആ നെറ്റിൻ്റെ വർക്ക് ബാക്ക് സൈഡിലും കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെയാണ് കുർത്തി വരുന്നത്. ഈ കുർത്തിക്ക് ലെങ്ത് ഒരു 45 അത്രയൊക്കെ ലെങ്ത് കിട്ടുകയുള്ളൂ കേട്ടോ. 45-46 അത്രയും ലെങ്ത് കിട്ടുകയുള്ളൂ. അത്രയാണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത് കേട്ടോ. ഇതാണ് കുർത്തി വരുന്നത്. ഇനി ഇതിൻ്റെ സൈസസ് ഞാൻ പറഞ്ഞല്ലോ, XL ആൻഡ് ഡബിൾ XL ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 750 കേട്ടോ. അടുത്ത കുർത്തി നോക്കിക്കേ, ഇതൊരു ഡിഫറെൻറ്റ് പാറ്റേൺ ആണ്. നോക്കിക്കേ, ഇങ്ങനെയാണ് വരുന്നത്. ഇത് ഹക്കോബയിലാണ് വരുന്നത്. കളർ സെയിം ആണ്, ആ സെയിം കളർ വരും. നെക്ക് സെയിം ആണ്. ഇതിൻ്റെ നമ്മുടെ കയ്യിൽ അധികം പീസസ് ഇല്ല. ഡബിൾ XL ആണ് ഉള്ളത് കേട്ടോ. ഡബിൾ XLൻ്റെ ഒരു പീസാണ് കിട്ടിയത്. ഞാനിതിപ്പോൾ ഈ വൈറ്റ് റെഡും തന്നെ കോമ്പിനേഷൻ നോക്കിയിട്ട് മേടിച്ചതാണ്. അപ്പോൾ ഇതൊരു ഡബിൾ XLൻ്റെ പീസാണ് കിട്ടിയിരിക്കുന്നത്. ഹക്കോബ സെക്കൻഡ് കുർത്തി ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇത് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു ഡബിൾ XL സൈസ് മാത്രമേ ഉള്ളൂ. അത് മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ കേട്ടോ. ഇതിനകത്തും വരുന്നത് ഒരു ഓഫ് വൈറ്റിൽ നിന്ന് ക്രീമിലേക്ക് കലർന്നിട്ട് ഒരു കളറാണ് വരുന്നത്. അതിനകത്ത് ഹക്കോബ വർക്കിൻ്റെ കുർത്തിയാണ് ഇത് കേട്ടോ. ഫുൾ ഹക്കോബയാണ് ഇതിനകത്ത് വർക്ക് വരുന്നത്. അതിനകത്ത് നല്ല ഒരു എംബ്രോയിഡറി പാറ്റേൺ ആണ് വരുന്നത്. എംബ്രോയിഡറി പാറ്റേൺ വീണ്ടും റെഡ് ആൻഡ്
ഞാൻ കാണിച്ചു തരാം നിവർത്തിയിട്ട് കുർത്തി എങ്ങനെയാണ് വരുന്നതെന്ന്. അതാ നോക്കിക്കോ, ഇത് ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ എംബ്രോയിഡറി പാറ്റേൺ കണ്ടോ. ഈ ഒരു സൈഡിൽ ഫുള്ള് എംബ്രോയിഡറി, ബാക്കി ഫുൾ ഹക്കോബ വർക്ക്, അങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ ഈ നമുക്ക് നോക്കിക്കേ, ഹക്കോബ വർക്ക് ഇതിനകത്ത് ഫുള്ള് ബോഡി ഫുള്ള് ഫോളോ ചെയ്യുന്നുണ്ട്, കാണാമല്ലോ നിങ്ങൾക്കില്ലേ. ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ ഈ സൈഡിലാണ് നമുക്ക് വർക്ക് വരുന്നത്. വർക്ക് ഒരു സൈഡിൽ മാത്രമേ വരുന്നുള്ളൂ. ഇത് ഫുൾ ഒരു ലീഫ് ഡിസൈൻ ആയിട്ടാണ് ഇങ്ങനെ തിരിച്ച് എന്താ പറഞ്ഞിട്ട് ഒരു സിക്സാക് പാറ്റേൺ അല്ല, ഇങ്ങനെ വളഞ്ഞിട്ട് കർവ് പോലെ രണ്ട് സൈഡിലേക്കുമായിട്ട് ഒരു പാറ്റേണിലാണ് അതിൻ്റെ വർക്ക് വരുന്നത്. താഴെ ഭാഗം വരെ വർക്ക് പോകുന്നുണ്ട്. സ്ലീവിൽ വരുമ്പോഴത്തേക്കും ഹക്കോബ വരുന്നില്ല കേട്ടോ, പ്ലെയിനിലാണ് വരുന്നത്. എന്നിട്ട് സ്ലീവ് എൻഡിനകത്ത് ആ വർക്ക് കൊടുത്തിട്ടുണ്ട്. 3/4 സ്ലീവ് വരുന്നത് കേട്ടോ. ബാക്ക് സൈഡിൽ പ്ലെയിൻ ആണ് കേട്ടോ. ഇങ്ങനെയാണ് കുർത്തിയുടെ വ്യൂ വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 750 ആണ്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ഒറ്റ സൈസ് മാത്രമേ ഉള്ളൂ, XXL സൈസ് മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യിൽ കേട്ടോ. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് 3 പീസ് സെറ്റാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. 3 പീസ് സെറ്റ് നമ്മുടെ അടിപൊളി ജയ്പൂർ കോട്ടണിൻ്റെ മെറ്റീരിയലിൽ വരുന്ന 3 പീസ് സെറ്റാണ് കാണിക്കുന്നത്. നോക്കിക്കോളൂ. ഇതിൻ്റെ നല്ല നെക്കൊക്കെ നോക്കിക്കേ, നല്ല വൈഡായിട്ട് നല്ല ഭംഗിക്കുള്ള നെക്കാണ് നോക്കിക്കേ. ഇങ്ങനെയാണ് നെക്ക് വരുന്നത്. ഇതിൻ്റെ ടോപ്പ് മാത്രം ആദ്യം കാണിക്കാം, എന്നിട്ട് പിന്നെ ബാക്കി ബോട്ടവും ഇതെല്ലാം കാണിക്കാം. ഇതും ഒരു ഡാർക്ക് പിങ്കും വൈറ്റ്, പ്യുവർ വൈറ്റും കൂടെ ഉള്ള കോമ്പിനേഷനാണ് കേട്ടോ. പിന്നെ ഗ്രീൻ ഓൾറെഡി ഒരു ലൈറ്റ് ഗ്രീൻ വരുമല്ലോ ഇതിനകത്ത്. ആ ലീഫൊക്കെ വരുമ്പം ഒരു ലൈറ്റ് ഗ്രീൻ വരും. മുകളിൽ നോക്കിക്കുക, ഇതാ ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ പാറ്റേൺ ഡിഫറെൻ്റ് ആണ് കേട്ടോ. മേൽഭാഗം ഇതാ നെക്ക് ഇങ്ങനെ വന്നിട്ട് ഇതാ ഇങ്ങനെ ഒരു ചെറിയ ഡിസൈനാണ് വരുന്നത്. എന്നിട്ട് താഴത്തേക്ക് ഇതാ ഇവിടെ ഒരു കെട്ടും ഇതെല്ലാം കൂടെ നോട്ടും എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒന്ന് കെട്ടിയിടാനായിട്ട് ഇങ്ങനെ കിട്ടും. ഇതിൻ്റെ ഇപ്പോൾ ഈ സൈസ് ഞാൻ കാണിക്കുന്നത് XXL സൈസാണ് കാണിക്കുന്നത്. ഇതിൻ്റെ XL നമ്മളുടെ കയ്യിലുണ്ട് കേട്ടോ. ഞാൻ നിവർത്തി കാണിക്കുമ്പോൾ ഇതൊരു ഫ്രോക്ക് സ്റ്റൈലിൽ വരുന്നതാണ് കേട്ടോ. ഇങ്ങനെയാണ് കുർത്തി വരുന്നത് കണ്ടോ. ഇത് ശരിക്കും നമുക്ക് നോക്കുമ്പോൾ ഇതൊരു രണ്ട് നെക്ക് പോലെ നമുക്ക് തോന്നി. ഇവിടെ മേളിലേക്ക് ഒരു നെക്ക്, പിന്നെ ഇവിടെ ഒരു ഡിസൈൻ, പിന്നെ ഇവിടെ നോക്കിക്കുക ഒരു ജാക്കറ്റ് ടൈപ്പ് പോലെ. എന്നാൽ ജാക്കറ്റ് വിട്ട് നിൽക്കുന്നതല്ല കേട്ടോ. ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. അതിനകത്ത് വേറൊരു ഡിസൈൻ വരും. ഇതൊരു ഡിഫറെൻറ്റ് പാറ്റേണിൽ ഒരു നല്ല പാറ്റേൺ ആണ് കേട്ടോ. അങ്ങനെ വരുന്നതാണ്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, XL സൈസിന് തന്നെ നല്ല വലിപ്പമുണ്ട്. അപ്പോൾ നിങ്ങൾ വലുതൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എന്നിട്ട് ഇവിടെ നിന്ന് വരുമ്പോഴത്തേക്കും എന്തോ നോക്കിക്കേ, ഇവിടെ ഒരു നോട്ട് ഇട്ട് ഇവിടെ ഇങ്ങനെ കെട്ടി കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇത് നമുക്ക് അഴിച്ചിട്ട് ഇങ്ങനെ കെട്ടിയിടാം. അതിനാണ് ഇത് വരുന്നത്. ഇതൊരു ഭംഗിക്ക് കൊടുത്തിരിക്കുന്നു എന്നുള്ള, പിന്നെ ഇതിങ്ങനെ ചേർന്നിരിക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നതാണ് കണ്ടോ. ഇതിങ്ങനെ കെട്ടിയിടാം നമുക്ക്. പിന്നെ താഴത്തേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് താഴത്തേക്ക് വരുന്ന, അതായത് നമ്മുടെ ഈ റെസ്റ്റിൻ്റെ പോർഷനില്ലേ, ഇവിടെ നിന്ന് നമ്മളുടെ താഴത്തേക്ക് വരുന്ന പോർഷനിൽ നിറച്ച് പ്ലീറ്റഡ് ആയിട്ടാണ് വരുന്നത്. നല്ല പ്ലീറ്റ്സ് ഉണ്ട്. ഇതാ നോക്കിക്ക്, ഇതിൻ്റെ ഇത്രയും വിട്ടിലാണ് ഇത് കിട്ടുന്നത് കേട്ടോ. നല്ല ഫ്രോക്ക് സ്റ്റൈലിലാണ് വരുന്നത്. നല്ല ഭംഗിയായിരിക്കും. ഇത് ഇട്ട് കഴിയുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഭംഗി കിട്ടുകയുള്ളൂ. ഇത്രയും നിവർന്ന് കിടക്കുന്നത് കൊണ്ട് നല്ല നീളവും കിട്ടും കേട്ടോ. 47 വരെ നീളം കിട്ടും. ബാക്ക് സൈഡ് ഇങ്ങനെ വരും. ഇത് ശരിക്കും ജയ്പൂർ കോട്ടൻ്റെ മെറ്റീരിയലാണ്. പ്യുവർ ജയ്പൂർ കോട്ടൺ പ്രിന്റുമാണ് വരുന്നത്. ഈ ഫുള്ള് ബ്ലോക്ക് പ്രിന്റുകളാണ് വരുന്നത്. ഇവിടെ ചെറിയ ബ്ലോക്ക് പ്രിന്റ്സ് വരും. താഴത്തേക്ക് വരുമ്പോഴത്തേക്കും കുറച്ചും കൂടെ വലിയ വലിയ ബ്ലോക്ക് പ്രിന്റ്സ് ആണ് വരുന്നത് കേട്ടോ. ഇത് ശരിക്കും 60 ജയ്പൂർ കോട്ടൺ ആണ് കേട്ടോ. സ്ലീവ് നോക്കിക്കുക, ഇതാ ഇങ്ങനെ വരും. ഇതിൻ്റെ ഈ മേൽഭാഗത്ത് ഈ 2 ലെയർ ഇങ്ങനെ വരുന്നത് കൊണ്ട് ഒട്ടും തിന്നായിട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്യൂല കേട്ടോ. പാകത്തിന് കട്ടിയെല്ലാം ഉണ്ട്. ഇങ്ങനെ കണ്ടല്ലോ. ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ്. ബാക്ക് സൈഡിലും കുറച്ചൊരു ഫ്രോക്കിൻ്റെ ഫ്ലീറ്റ്സ് വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് കുർത്തി വരുന്നത്. ഇനി ഇതിൻ്റെ ദുപ്പട്ട, അതിൻ്റെ പാൻറ് കാണിച്ചു തരാം. പാൻറ് ഇവിടെ വരുന്ന ഈ ചെറിയ ഡിസൈൻ ഇല്ലേ, അതിനകത്താണ് പാൻറ് വരുന്നത് കേട്ടോ. നല്ല സൈസിലൊക്കെയാണ് നമുക്ക് പാൻറ് കിട്ടുന്നത് കണ്ടോ. XLന് തന്നെ ഇത്രയും സൈസ് നമുക്ക് കിട്ടും. 2 സൈഡും ഇലാസ്റ്റിക് ആണിത് കണ്ടില്ലേ. നല്ല വീതിക്കാണ് വരുന്നത്. പാൻറ്റൊക്കെ നല്ല പ്രിൻറ്റുമാണ്. 39 നമുക്ക് ലെങ്ത് കിട്ടും കേട്ടോ. ഇത് കുറച്ചൊരു എന്താ പറയുക, പ്ലാസോ സ്റ്റൈലിൽ വരുന്നതാണ് കേട്ടോ. ഒരു ലൂസായിട്ട് കിടക്കും. നല്ല സുഖമായിരിക്കും അത് കാരണം ഇടാൻ. അല്ലാതെ താഴത്തേക്ക് വരുമ്പോൾ ടൈറ്റായിട്ട് ഇരിക്കുന്നതല്ല. കുറച്ച് പ്ലാസോ സ്റ്റൈലിൽ കുറച്ച് ലൂസായിട്ട് കിടക്കുന്ന പാൻറ്റാണ് ഇതിന് കിട്ടുന്നത് കേട്ടോ. അത് ഇതിപ്പോൾ ഈ എന്താ പറയുന്നത്, ഫ്രോക്ക് സ്റ്റൈൽ ആയതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു പാറ്റേണിൽ ഇത് വന്നിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ ദുപ്പട്ട ഈ ഒരു സെയിം
ജയ്പൂർ കോട്ടൻ്റെ സെയിം മൽക്കോട്ടൻ്റെ ദുപ്പട്ടയാണ്. നല്ല മൽക്കോട്ടൺ. അത് നോക്കി കണ്ടോ, ഇത് ഈ ജയ്പൂർ കോട്ടണിൽ തന്നെ വരുന്ന സംഭവമാണ്. അതിനകത്ത് ശരിക്കും ബ്ലോക്ക് പ്രിന്റ്സ് തന്നെയാണ് വന്നിരിക്കുന്നത്. ക്രിസ്മസിനൊക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഇടാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കോമ്പിനേഷൻ വൈറ്റും ഡാർക്ക് പിങ്ക് കണ്ടോ, ഇങ്ങനെ വരും ദുപ്പട്ട. കണ്ടോ, എന്നിട്ട് താഴത്ത് നോക്കിയാൽ താഴത്ത് ഈ പ്രിന്റ് വരും. ബോർഡറിൽ നമുക്ക് ഈ പ്രിന്റ് കിട്ടും. ഇതിങ്ങനെ നല്ല വീതിയുണ്ട് കേട്ടോ. ഇത് വീതിയുമുണ്ട് നീളമുണ്ട്. രണ്ട് സൈഡിലും ഈ ബോർഡർ കിട്ടും കേട്ടോ. കണ്ടോ, ഈ ബോർഡറാണ് രണ്ട് സൈഡിലും വരുന്നത്. നല്ല നീളത്തിൽ ദുപ്പട്ട കിട്ടും. ഇങ്ങനെയാണ് ഈ സെറ്റ് വരുന്നത്. ഇതിന്റെ റേറ്റ് വരുന്നത് 1090 ആണ് ഈ സെറ്റിന്റെ പ്രൈസ് വരുന്നത് കേട്ടോ. 1090. ഇതിന്റെ നമ്മുടെ സൈസ് നമ്മുടെ കയ്യിലുള്ളത് XL ആൻഡ് XXL സൈസസ് ആണുള്ളത്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവർക്കും കളക്ഷൻസ് ഒക്കെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു കളക്ഷൻസുമായിട്ട് ഉടൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. എല്ലാവരും പെട്ടെന്ന് ബുക്ക് ചെയ്തോളണം. കാരണം ഇപ്പോൾ ക്രിസ്മസ് സീസൺ ഒക്കെയാണ്. ഇത്തരം വൈറ്റ് ക്രീമിനൊക്കെ ഭയങ്കര ഡിമാൻഡാണ്. വൈറ്റ് റെഡ്, ക്രീം റെഡ് കോമ്പിനേഷനൊക്കെ ഭയങ്കര ഡിമാൻഡാണ്. അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കുക. ഞാൻ ഏറ്റവും നല്ല ലോ റേഞ്ചിലാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ഈ ജയ്പൂർ കോട്ടൻ്റെ ഒക്കെ നമുക്കറിയാം, ഈ റേഞ്ചിലൊന്നും നമുക്ക് എവിടെ കിട്ടത്തില്ല. ഇതൊന്നും ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ട. എൻ്റെ ചാനൽ കാണുന്ന എല്ലാവർക്കും അറിയാം. എന്നോട് ഇങ്ങോട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുപോലെ നല്ല ഹക്കോബ കുർത്തി വിത്ത് വർക്ക്. വെറുതെ ഹക്കോബ കുർത്തിക്ക് തന്നെ നമുക്ക് 700 ഒക്കെ നമുക്ക് കിട്ടുകയുള്ളൂ. അതിനകത്ത് ഇത്രയും നല്ല എംബ്രോയിഡറി വർക്കും കൂടി താഴെ നെറ്റിൻ്റെ പിന്നെ ഒരു വർക്കും പാച്ച് വർക്കും എല്ലാം കൂടെ വന്നാലും ഞാനിതിപ്പോൾ വെറുതെ 750ക്കാണ്, അതായത് വളരെ അടുത്തിട്ടുള്ള ഹോൾസെയിൽ റേറ്റിലാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഞാൻ വീണ്ടും പറയുന്നില്ല. അപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഓഫർ എൻ്റെ വകാന്ന് തന്നെ കൂട്ടിയാൽ മതി. അപ്പോൾ അതങ്ങനെ ഇരുന്നോട്ടെ. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. സ്റ്റേ ട്യൂൺഡ്. ബൈ.